ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തിത്വങ്ങളെയും അതുവഴി ശാസ്ത്ര മനോഭാവമുള്ള ഒരു സമൂഹത്തെയും വളർത്തിയെടുക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെയേറെ വിലപ്പെട്ട സമയം ചെലവഴിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സ്വതന്ത്ര ചിന്താ പ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചു സമൂഹം. അത്തരം സ്വതന്ത്ര ചിന്താ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ ദുഷ്കരമാക്കുന്നതിൽ ഇന്ന് കേരളത്തിൽ വിദ്യാലയ മേഖലയിൽ അധ്യാപനം നടത്തുന്ന അധ്യാപകരും അതുവഴി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയും നിങ്ങളെപ്പോലുള്ളവരുടെ ശാസ്ത്ര മനോഭാവം വളർത്തിയെടുക്കുന്ന ഈ പ്രവർത്തനങ്ങളെ എത്രത്തോളം ദുഷ്കരമാക്കുന്നു എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിദ്യാഭ്യാസ മൂല്യച്യുതികളെക്കുറിച്ചെല്ലാം നിരന്തരം ചർച്ചകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മളിൽ പലർക്കും അറിയുകയും ചെയ്യാം എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ മേഖല എത്രത്തോളം കുത്തഴിഞ്ഞ രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് നന്നായിട്ട് അറിയാം. അത്തരം കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുകൊണ്ട് അവിടെ എങ്ങനെയുള്ളതായിരിക്കും ശാസ്ത്രബോധനം എന്നുള്ളതാണ്. ഗവൺമെൻറ് തലത്തിലുള്ള ഒരു വിദ്യാലയങ്ങളിലെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അധ്യാപകന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ താല്പര്യം, ഒരു അധ്യാപകൻ്റെ മാത്രം ചിന്തകളും അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ ചിന്തകൾ തൻ്റെ വിദ്യാർത്ഥികളിലേക്ക് പ്രസരിപ്പിക്കാനും അതുപോലെ തന്നെ ഒരു അധ്യാപകൻ്റെ ഏത് രീതിയിൽ വേണമെങ്കിലും മോൾഡ് ചെയ്യാനുള്ള സാഹചര്യം ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖലകളിലുണ്ട്. ഇപ്പോഴത്തെ തൽക്കാലത്തേക്കുണ്ട്. 7-8 മേഖലകളിലും നമുക്ക് ആവശ്യത്തിൽ കുറച്ചും കൂടെ എല്ലാം ഒരു അല്പം കൂടെ സ്ട്രെസ്സൊക്കെ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് സാധിക്കും. പക്ഷേ അൺഎയ്ഡഡ് മേഖല എന്താണ് അൺഎയ്ഡഡ് മേഖലകളിൽ ഇപ്പോൾ നടന്നു വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളുള്ളത് അൺഎയ്ഡഡ് മേഖലകളിലാണ്. കാര്യം പൊതുസമൂഹത്തിൽ അൺഎയ്ഡഡ് അധ്യാപനത്തെ അല്ലെങ്കിൽ അധ്യാപനത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം വളരെ കുറവാണെങ്കിലും അവരുടെ ശമ്പളം കുറവാണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ് അൺഎയ്ഡഡ്. കാരണം അത് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഒരു അൺഎയ്ഡഡ് വിദ്യാലയം എളുപ്പത്തിൽ തുടങ്ങാവുന്നതാണ്. അത് NSSനാണെങ്കിലും ക്രിസ്ത്യൻ മിഷണറീസിനാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും ഏത് മതത്തിനാണെങ്കിലും പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് അതാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നമ്മുടെ പ്രൊഫസർ യശ്പാൽ, അദ്ദേഹം വിദ്യാഭ്യാസ ചിന്തകനാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ ചിന്തകനാണ്. B.Ed അല്ലെങ്കിൽ ഞങ്ങൾക്ക് B.Ed പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. എത്തരത്തിലാണ് ശാസ്ത്ര വിദ്യാഭ്യാസം മുന്നോട്ട് പോകേണ്ടത് നമുക്കുള്ള എല്ലാ കാര്യങ്ങൾ അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ സ്വാഭാവികമായും അന്വേഷണത്വരയുള്ളവരാണ്. ആ അർത്ഥത്തിൽ അവർ ജന്മനാ ശാസ്ത്രജ്ഞരാണ്. അവർ എല്ലായ്പ്പോഴും കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ സ്വാഭാവിക സവിശേഷതയാണത്. ശാസ്ത്ര പഠനത്തിലൂടെ നാം അത് നശിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. പ്രൊഫസർ യശ്പാൽ എല്ലാ അധ്യാപകരും ഇന്ത്യയിൽ ഒട്ടുമിക്കുള്ള എല്ലാ അധ്യാപകരോടും പറഞ്ഞ വാക്കുകളാണിത്. നമ്മൾ ശാസ്ത്ര അധ്യാപനത്തിലൂടെ കുട്ടികളുടെ ചോദ്യം ചോദിക്കാനുള്ള പ്രവണതയെ അന്വേഷണത്വരയെ അവസാനിപ്പിക്കാതിരിക്കേണ്ടത് നല്ലത് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ കഴിഞ്ഞ വിവാഹത്തിന് മുമ്പ് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ റീജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തിലാണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ റിസോഴ്സ് ക്ലാസ്സസ് ഉണ്ട്. അധ്യാപക മേഖലയിലുള്ളവർക്കറിയാം. അപ്പോൾ റിസോഴ്സ് ക്ലാസ്സിലുള്ള ഒരു അധ്യാപകൻ അദ്ദേഹം ഞങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ 5ാം ക്ലാസ്സിൽ നമ്മുടെ കണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ വളരെ എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു സംഭവം പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഒരു നല്ല അധ്യാപകനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ശാസ്ത്രാധ്യാപനത്തിനുള്ള പോരായ്മ അല്ലെങ്കിൽ അധ്യാപകരുടെ പോരായ്മ മാത്രമാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അതുപോലെ മൂല്യച്യുതിക്കും കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞത് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇന്ന് കേരളത്തിൽ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടി വായിക്കാൻ കഴിയുന്ന ഒരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ണ് കെട്ടിയിട്ട് ഏതിരട്ടിലും വായിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് 10,000-കണക്കിന് പൈസ വാങ്ങിക്കൊണ്ട് കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കെ അതറിഞ്ഞ കുറച്ച് വ്യക്തികൾ കോഴിക്കോട് ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. അവിടെ വെച്ച് ഈ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്നുള്ളത് വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞു. അപ്പം ആത്മാഭിമാനം തോന്നിയ നിമിഷമാണ് സ്വതന്ത്ര ചിന്ത എന്നുള്ള നിലയിൽ, ചിന്തക എന്നുള്ള നിലയിൽ. അപ്പം തന്നെ ഞാൻ എണീറ്റ് നിന്ന് പറഞ്ഞു, അത് മറ്റാരുമല്ല അങ്ങനെ ഈ സാറ് പറഞ്ഞു പൊളിച്ചടുക്കി എന്ന് പറയുന്നത്
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രമേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന അന്വേഷണത്തോടെയുള്ള ഒരു കൂട്ടം സ്വതന്ത്ര ചിന്തകരാണ് നരേന്ദ്ര നായിക്കിൻ്റെയും വിശ്വനാഥൻ സാറുടെയും നേതൃത്വത്തിൽ ഉള്ള കുറച്ച് പ്രവർത്തകരാണ് അതിൻ്റെ മുന്നിൽ നിന്നിരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. കാരണം അത് ആവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൻ്റെ ഏത് മേഖലകളിലെയും പൊതുമേഖലകളിൽ നടന്നിട്ടുള്ള എന്തു മാറ്റങ്ങളെയും ഒരു മറ്റാരുടെയെങ്കിലും ഭാഗത്ത് കൊണ്ടുപോയി കെട്ടുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അറിയട്ടെ, 4 ആൾ അവിടെ ഇരിക്കുന്ന അത്രയും അധ്യാപകർ, അവർ നാളെ പറയുന്ന 10 പേര് അങ്ങനെ അറിയട്ടെ നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന മേഖലകൾ അവിടെ ആരാ ചെയ്തതെന്ന് അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞപ്പോൾ സാർ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുകയും എൻ്റെ പേര് ചോദിക്കുകയും എന്താണ് വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി സാറ് പറഞ്ഞാണ്, ഹൈസ്കൂളിലാണ് UP സെക്ഷനിൽ ഈ പരിണാമത്തെക്കുറിച്ചൊന്നും പഠിപ്പിക്കാനില്ല, ഹൈസ്കൂളിലാണ് പരിണാമത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ളത്. അപ്പോൾ പരിണാമത്തെക്കുറിച്ച് എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുന്ന സാർ ഒരു ക്ലാസ്സിൽ വെച്ച്, റിസോഴ്സ് ക്ലാസ്സിൽ വെച്ച് സംസാരിച്ചപ്പോൾ അവിടെ വെച്ച് പറയുണ്ടായി, ഒരു അധ്യാപകൻ പരിണാമം ഇങ്ങനെയാണ്, പരിണാമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ പുസ്തകങ്ങളും എല്ലാ ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അധ്യാപകൻ ഒരല്പം കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടെ പറഞ്ഞത്രേ, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾ പരീക്ഷ എഴുതണം, മാർക്ക് കിട്ടും, ഇതെഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഇതല്ല നമുക്ക് ഉപകാരപ്പെടുക. കാരണം നമുക്കറിയാം ദൈവം എന്നൊരാളില്ലെങ്കിൽ ഇതിന് ചുറ്റുമുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല, ഒരു പരിണാമം, ഒരു പ്രപഞ്ചവും അതൊക്കെ നമുക്ക് പഠിക്കാൻ മാത്രമുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ ആ അധ്യാപകനോട് അദ്ദേഹം ചൂടാവുകയും അവസാനം വളരെ വിഷമത്തോടെ തന്നെ ഈ മേഖലയിലെ മൂല്യച്ചത് കുറേ നേരം അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ സ്വന്തം സ്കൂളിലേക്ക് പോകണം. സിസ്റ്റേഴ്സിൻ്റെ സ്കൂളാണ്, റാഷണലാണെന്ന് കഴിഞ്ഞ വർഷമാണ് ഞാൻ റീജോയിൻ ചെയ്ത ഇടയ്ക്ക് വെച്ചാണ്. റാഷണലാണെന്ന് അറിയുമ്പോൾ സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ടീച്ചർ ഈ നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടില്ല സിസ്റ്റർ, നിങ്ങളുടെ കാര്യങ്ങളുമായിട്ടൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല, പിന്നെ സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതി ഞാൻ ഇതിൽ പെരുമാറിയിട്ടില്ല പറഞ്ഞു. ടീച്ചർ എങ്ങനെ പഠിപ്പിക്കുമെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കുന്നത് സയൻസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് സിസ്റ്ററുടെ പേഴ്സണലായിട്ടുള്ള ഒരു വിശ്വാസങ്ങളെ ഞാൻ സ്വാധീനിക്കുമെന്ന് ഞാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല ടീച്ചർ ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ എന്ത് ചിന്തിക്കുന്നോ അതല്ലേ കുട്ടികളിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. ശരിയാണത്. എന്താണോ ഒരു അധ്യാപിക ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അധ്യാപകൻ ചിന്തിക്കുന്നത് അതാണ് കുട്ടികളിലേക്ക് വരേണ്ടത്. അപ്പോൾ കുട്ടികളിലല്ല നമ്മുടെ പോരായ്മ, ചിന്തിക്കുന്ന അധ്യാപകരിലും അധ്യാപകരെ സൃഷ്ടിക്കുന്ന സമൂഹത്തിലുമാണ് പോരായ്മ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്, അതിലേക്കൊന്നും ഞാൻ ഇടപെടുകയില്ല. മറിച്ച് എൻ്റെ വിഷയത്തെ സിസ്റ്ററും ബുദ്ധിമുട്ടിക്കാൻ വരരുതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സുകളിലേക്ക് പോകണം. ക്ലാസ്സുകളിലേക്ക് കഴിഞ്ഞാൽ ഇതിന് മുമ്പാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഒത്തിരി ഒന്നും സയൻസ് അധ്യാപനത്തിൽ രസകരമാക്കുന്നില്ലെങ്കിൽ പോലും സയൻസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം സയൻസ് എന്തെല്ലാമോ പുതിയ എന്തൊക്കെയോ അത്ഭുതങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു ധാരണയുള്ളതുകൊണ്ട് ഇഷ്ടമായിരുന്നു. ഞാൻ ക്ലാസ്സിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് സയൻസ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. സയൻസ് ഇഷ്ടമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിർജീവമായിട്ട് കണ്ണുകളിൽ ഒട്ടും തിളക്കമില്ലാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് എൻ്റെ മുൻപിൽ എനിക്ക് കിട്ടിയത്. ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചവർക്ക് മനസ്സിൽ, നിങ്ങൾക്ക് സയൻസ് ഇഷ്ടമല്ലേ പഠിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു മിടുക്കൻ ഭയങ്കര സ്കൂളിൽ തന്നെ ഏറ്റവും കുറുമ്പനാണ്, അവൻ എനിക്ക് പറഞ്ഞു, ഇഷ്ടമല്ല ടീച്ചർ, കാരണം ഒന്നും പഠിച്ചാലും മനസ്സിലാകത്തില്ല, പരീക്ഷ എഴുതിയോട്ട് മാർക്കും കിട്ടത്തില്ല, അത് കാരണം എനിക്കിഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. മാർക്ക് കിട്ടൂല, പിന്നെ അത് ഈ എല്ലാ A+ കിട്ടുന്നവർക്ക് മാത്രമേ അതിന് മാർക്ക് കിട്ടുള്ളൂ, എനിക്ക് കിട്ടാറില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് ഒരു 2 ടൈം കഴിയുമ്പോൾ തൊട്ട് നിനക്ക് മാർക്ക് കിട്ടാൻ തുടങ്ങി നീ സയൻസിനെ ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ വേണ്ട, നിനക്ക് സയൻസ് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടുമല്ലോ, മനസ്സിലാവാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, പുസ്തകം ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും പുസ്തകം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാധാരണ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ സയൻസിൻ്റെ മെത്തഡോളജിയിൽ തന്നെ പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കരുത്, ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകരുത്. കാരണം നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക, ബോർഡ് ഉപയോഗിക്കുക, മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുക, നിരീക്ഷണം അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ഉപയോഗിക്കുക, ചാർട്ട്, ഇതൊക്കെയാണ് സയൻസിൻ്റെ പഠന രീതി. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുസ്തകം അടയ്ക്കാൻ വന്നപ്പോൾ ആരും അടയ്ക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് പുസ്തകം തുറന്ന് വെപ്പിച്ചാണ് പഠിപ്പിക്കാറ്. ഞാൻ പുസ്തകം തുറന്ന് വെച്ച് പഠിപ്പിക്കില്ല, അതുകൊണ്ട് എല്ലാവരും പുസ്തകം അടച്ചു വെച്ചാൽ മാത്രം ഞാൻ ക്ലാസ് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും വളരെ താല്പര്യമില്ലായ്മ കാണുന്നുണ്ടായിരുന്നു. അടച്ചു വെച്ചു. എന്നിട്ട് അവർ പതുക്കെ പാഠങ്ങൾ ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമേ കൊടുത്തത്, ബയോളജിയുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴും ഒട്ടും താല്പര്യമില്ല. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റാഫ് റൂമിൽ ചെന്നു സംസാരിച്ചു. പറഞ്ഞു, ടീച്ചേഴ്സ് പറഞ്ഞു, സയൻസ് വായിച്ച അർത്ഥം പറഞ്ഞു കൊടുത്താലേ ടീച്ചറെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് ടീച്ചർക്ക് പുസ്തകം ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുക കുട്ടികൾക്ക് എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ സയൻസ് അങ്ങനെ അല്ലല്ലോ പഠിപ്പിക്കേണ്ടത്, നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയല്ലല്ലോ പഠിപ്പിക്കാനോ, അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അതെങ്ങനെയും ഇവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല, പിന്നെ സമയം പോലെ അവർ പറയുന്നതിലും കാര്യമുണ്ട്, പോർഷൻ തീരണം, അതിൻ്റെ ഇടയിൽ നിരവധി പ്രോഗ്രാമുകളുണ്ട്, അത് ചെയ്യണം, അങ്ങനെ ഒട്ടനവധി. അപ്പോൾ വായിച്ച അർത്ഥം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ തീർക്കാം. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു പാഠം തീർക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ സിസ്റ്ററെ എന്ന് ചീത്ത കേൾക്കും, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ ടീച്ചർ ഞാൻ ഈ രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്, ഞാൻ ഈ രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഇനി ഞാൻ ആ രീതി തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ക്ലാസ്സുകൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കുട്ടികളെ കയ്യിൽ കിട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറിയ ചെറിയ രസകരമായിട്ടുള്ള കഥകളും കളികൾ കാണിച്ചും അങ്ങനെ പതുക്കെ അവർ ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ എന്നെ സിസ്റ്റർ ക്ലാസ്സിലേക്ക് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു. സ്റ്റാഫ് മീറ്റിങ്ങിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് നല്ലപോലെ ചീത്ത പറഞ്ഞു. ടീച്ചറോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറുടെ രീതിയിലുള്ള പരീക്ഷണങ്ങളൊന്നും ഇവിടെ പറ്റൂല, ഇവിടെ സാധാരണ കുട്ടികൾ പഠിക്കണം, 1000 കുട്ടികൾ പഠിക്കുന്ന ഒരു UP സ്കൂളാണ് ആലോചിച്ചത്, അൺഎയ്ഡഡ് സ്കൂളാണ്, 1000 കുട്ടികളാണ് അവിടെയുള്ള തൊട്ടടുത്ത ഗവൺമെൻറ് സ്കൂളിൽ അത്രയും പെർസെൻറ്റേജ് ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞു ടീച്ചർ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ സയൻസ് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ പഠിപ്പിക്കണം. അപ്പോൾ പറഞ്ഞു ടീച്ചർ പുസ്തകം ഉപയോഗിക്കാറില്ല എന്ന് അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ പുസ്തകം ഉപയോഗിക്കേണ്ട സിസ്റ്റർ, അത് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ടീച്ചർക്ക് ഇവിടുത്തെ രീതി ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ പഠിപ്പിച്ചാൽ മതി, പുസ്തകം തുറന്ന് വെച്ചിട്ട് വായിച്ച അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട. പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് കംപ്ലയിൻസ് വന്നാൽ ടീച്ചറെ പറഞ്ഞു വിടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 19,000 രൂപ ശമ്പളം തരുന്ന രീതിയിലാണ് പറഞ്ഞത്, 7,000-8,000 രൂപ ശമ്പളത്തിലാണ് സിസ്റ്റർ നമ്മൾ അവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ഭീഷണിപ്പെടുത്തുന്ന കേട്ടുകഴിഞ്ഞിട്ടൊന്നും 50,000 രൂപ വന്നിട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, ചിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് കുട്ടികളുടെ ഞാൻ പറഞ്ഞു രണ്ടാമത് മാർക്കിൻ്റെ വിഷയം വന്ന് ഒരു യൂണിറ്റ് ടെസ്റ്റ് നടന്നു. യൂണിറ്റ് ടെസ്റ്റ് നടന്നപ്പോൾ മാർക്ക് കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ടൈമിനെ അപേക്ഷിച്ച് കൂടുതലാണ് പെർസെൻറ്റേജ്. അത് സിസ്റ്റർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ സിസ്റ്റർ എന്നെ വീണ്ടും വിളിച്ചിട്ട് ടീച്ചേഴ്സിന് മുമ്പിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് പിള്ളേർക്ക് മനസ്സിലാവാതുണ്ട്, ഇങ്ങനെയാണോ ടീച്ചർമാർ ഒരു അധ്യാപികയുടെ മുമ്പ് വെച്ചിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ ജോലി ചെയ്യാൻ അർഹയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ എന്നോട് പറഞ്ഞു ടീച്ചർ പഠിപ്പിക്കണം മനസ്സിലാവാഞ്ഞിട്ടാണ് ഇത്രയും കുട്ടികൾ തോക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ടൈമിലെ എക്സാമിൻ്റെ റിസൾട്ട് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു. അതിലുള്ള കംപ്ലീറ്റ് എല്ലാ ക്ലാസ്സുകളെയും ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ ക്ലാസ്സുകളെയും റിസൾട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ടീച്ചർ സിസ്റ്റർ ഇതിൽ നിന്ന് 2 പേര് കൂടുതലുണ്ടെങ്കിൽ, ഞാൻ പഠിപ്പിച്ചിട്ട് 2 പേര് കൂടുതലുണ്ടെങ്കിൽ സിസ്റ്റർ പറയുന്ന കൂടുതലുണ്ടെങ്കിൽ സിസ്റ്റർ പറയുന്ന ചീത്ത തിരിച്ചെടുക്കണം, അല്ലാച്ചാൽ ഇതിലും കുറവാണെങ്കിൽ ഞാൻ സിസ്റ്റർ പറയുന്നത് ഞാൻ റിസൈൻ ലെറ്റർ തന്നിട്ട് പോയിക്കോളാം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പിന്നെ അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ദിവസത്തേക്ക് സിസ്റ്ററെ മുഖം കൊടുക്കാമെന്ന് സിസ്റ്റർ പറഞ്ഞു ടീച്ചർ ഇങ്ങനെ അതിന് മുഖം വീർപ്പിച്ച് നടക്കുമൊന്നും വേണ്ട, ഞാൻ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഒരു കാര്യമുണ്ട്, സിസ്റ്റർ കുട്ടികളുടെ ഇടയ്ക്ക് ഒന്ന് ചോദിക്കൂ മനസ്സിലാവണുണ്ടോ ഇല്ലയോ എന്ന്, എന്നിട്ട് അവർ മനസ്സിലാവില്ല എന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാണ്. ഇനി അതല്ല, ഇനി ഒരിക്കലും ഒരു കുട്ടിയെയും ഒരു പേരിനെങ്കിൽ പോലും പഠിപ്പിക്കാൻ ഞാൻ നിൽക്കുകയില്ല. കാരണം ഈ ഒരു മേഖലയോട് അല്പം ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയണതെന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു ശരി ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. സിസ്റ്റർ പോയിട്ട് ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് ലെറ്റർ എഴുതി വാങ്ങിപ്പിച്ചു സയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് സയൻസ് എന്ന് ചോദിച്ചു. ഭയങ്കര സന്തോഷമായി, ഇപ്പോൾ രസമുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു മാർക്കിലും അതുപോലൊക്കെ വരുമല്ലോ എന്ന് ചോദിച്ചു. അതിപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. PTA മീറ്റിംഗ് വന്നു. PTA മീറ്റിംഗ് വന്നു കഴിഞ്ഞപ്പോൾ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് പുതിയ സയൻസ് അധ്യാപിക എന്തെല്ലാമോ ചെയ്യുന്നു, എന്തെല്ലാമോ പറയുന്നു, എക്സ്പ്ലനേഷൻ കൂടുതൽ കൊടുക്കുന്നു, പോർഷൻ കംപ്ലീറ്റ് ആവുന്നില്ല ആ സമയത്ത്, എൻ്റെ മകന് നല്ല മാർക്ക് ഉണ്ടായിരുന്നാണ് അവൻ ഈ എക്സാം, അതായത് വിത്ത് വിതരണം ഡിസ്പേഴ്സൽ ഓഫ് സീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എനിക്ക് സമയം കൂടുതലായിരിക്കും എന്ന് പറഞ്ഞ് കയറിയത്. ഇപ്പോൾ സമയം കുറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു വിത്ത് വിതരണം. അപ്പോൾ ആ കുട്ടി അത് എഴുതിയിട്ടില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞത് മനസ്സിലാകാണ്ടാണ് നിരവധി കുട്ടികൾ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ കുട്ടികളെ വിളിച്ചിട്ട് പാരൻസിൻ്റെ മുമ്പിൽ തന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഈ മാവിൻ്റെ ചോട്ടിൽ തന്നെ നമ്മൾ ഈ മാങ്ങാണ്ടിയൊക്കെ താഴെ തന്നെ വീണ് കിളുത്തിട്ട് ആ ഒരു മാവിൻ്റെ ചോട്ടിൽ വലിയ വേറൊരു മാവ് ഉണ്ടാവുമോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല. അതിൻ്റെ കാരണം അതൊന്നുമില്ല ടീച്ചർ, അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന് വെള്ളം കിട്ടുമോ, അതിന് മിനറൽസ് കിട്ടുമോ, അതിന് മറ്റേ സൂര്യപ്രകാശം കിട്ടുമോ, പിന്നെ എങ്ങനെയാണ് അത് വളരാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ രക്ഷകർത്താക്കളോട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാണത് അതവർ പറയുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഒന്നും വണ്ടിയിലേ പോയി. അപ്പം ഇത് സമയം കഴിയാനായതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ഇതുപോലെ നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളുകളിൽ നടക്കപ്പെടുന്ന യോഗ ക്ലാസ്സുകളും മറിച്ചുള്ള രവിശങ്കറിൻ്റെ മറ്റേ ഈ എന്താ പറയുക ധ്യാനം പഠിപ്പിക്കലും. ഒരു ദിവസം ഒരു ടീച്ചർ യോഗ എന്നുള്ള രീതിയിൽ ധ്യാനം പഠിപ്പിച്ചിട്ട് ഒരു കൂട്ടം കുട്ടികൾ വാതിൽ ക്ലോസ് ചെയ്തിട്ട് ഭയങ്കര
അലർച്ചയും കരച്ചിലുമായിരുന്നു. എന്നിട്ട് ടീച്ചർ പോയി വാതിൽ മുട്ടി വിളിച്ചിട്ട് തുറക്കണ്ടായിരുന്നില്ല. ഭയങ്കര അലർച്ചയായിരുന്നു, ബഹളമായിരുന്നു. കുട്ടികൾ വാതിൽ കുട്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചങ്ങ് കരയുക. ടീച്ചേഴ്സ് എല്ലാം ഓടിപ്പോയി വാതിൽ തട്ടി വിളിക്കുന്നു, തുറക്കുന്നില്ല. അവസാനം ജനൽ വഴി 2-3 ആൺകുട്ടികളെ വിളിച്ച് വാതിൽ തുറക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് കയറിയത്. അപ്പം ഇതൊന്ന് യോഗ നടത്തുമ്പോൾ മറ്റേ BJPയുടെ രഹസ്യ അജണ്ട എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതൊന്നുമല്ല. സിസ്റ്റർക്ക് ഇത്രയേ ഉള്ളൂ. അതായത് യോഗ ക്ലാസ് നടന്നു കഴിയുമ്പോൾ അതിൻ്റെ സ്കൂളിൻ്റെ ചുറ്റും ഒരു പ്രഭാവലയം ഉണ്ടാവുന്നു. ആ പ്രഭാവലയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും സ്കൂൾ മാനേജ്മെൻറ്റിനും കുട്ടികൾക്കും ഒരു അപകടവും പറ്റില്ല എന്നാണ് സിസ്റ്റർ പറയണത്. പ്രഭാവലയം ഉണ്ടാകുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർക്ക് മനസ്സിലായി. മറ്റേ ഓങ്കാരവും മറ്റുള്ള സംഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രപഞ്ചോൽപ്പത്തിയും ഓങ്കാരവും പറയാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റർക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇതൊക്കെ ഇങ്ങനെ സംഭവങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ആയി. അങ്ങനെ നമ്മൾ എന്ത് കൊടുക്കണോ അത് കൊടുക്കാതെ വരുമ്പോൾ ആ സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അധ്യാപകരുടെ പോരായ്മയുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ പോരായ്മയുണ്ട്. മറിച്ച് സ്കൂളിൻ്റെ ഒരു സാഹചര്യത്തിലുള്ള പോരായ്മയുണ്ട്, സമൂഹത്തിൻ്റെ പോരായ്മയുണ്ട്. ഈ എല്ലാ പോരായ്മകളും നിലനിൽക്കുമ്പോൾ ആ പോരായ്മകളുടെ കൂടെ ഈ ബോൺവിറ്റ കൊടുക്കുന്നത് പോലെ യോഗ ക്ലാസ് നടത്തുന്നുണ്ട്, രവിശങ്കറിൻ്റെ ധ്യാനം വരുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് വളരെ ശക്തമായിട്ട് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യചിന്താ പ്രവർത്തകർ ഒരു 18-20 വയസ്സ് കഴിഞ്ഞ നമ്മുടെ യൂത്തിനിടയ്ക്ക് എത്ര ശക്തമായിട്ട് ഇടപെടണമെന്നോ അത്രയും തന്നെ ശക്തമായിട്ട് ഈ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ മേഖലകളിലേക്ക് ഇടപെടണമെന്നാണ് ഒരു അധ്യാപിക എന്ന നിലയിലും സ്വാതന്ത്ര്യചിന്തക എന്നുള്ള നിലയിലും ഞാൻ ആഗ്രഹിക്കുന്നത്.